ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ രഞ്ജീഷ് ഉണ്ടെങ്കിൽ അവസാനം ഫ്രണ്ട്സിനുണ്ടെങ്കിൽ അയച്ച ഒരു ഓഡിയോ ആണ് ഭയങ്കര വൈറലായിട്ട് പോകുന്നത്. അതിനകത്തുണ്ടെങ്കിൽ മെയിനായിട്ട് പറയുന്നുണ്ട് തൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം പറയുക. അതിനെ തുടർന്നുണ്ടെങ്കിൽ പഠിപ്പിക്കാനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഉണ്ടെങ്കിൽ ഡിഗ്രി എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു. ഡിഗ്രിക്കായിരുന്നു അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. അതിന് ശേഷം ഉണ്ടെങ്കിൽ PG ചെയ്യണമെന്നുള്ള ആഗ്രഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ള പൈസയെല്ലാം താനുണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ കുട്ടികളുടെ എല്ലാ കാര്യവും നോക്കിക്കൊണ്ടിരുന്നതും താൻ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഭാര്യയ്ക്കുണ്ടെങ്കിൽ ഷാർജയിൽ ജോലി കിട്ടുക. അങ്ങനെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയതും ഇത് കണക്ക് രഞ്ജീഷ് തന്നെ ആയിരുന്നു. സോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിളിക്കുന്നതും അതൊക്കെ ഭയങ്കരമായിട്ട് കുറവ്. അതോടെ തന്നെ വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നാട്ടിൽ വന്നപ്പോൾ തനിക്കുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുക. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് പറ്റിപ്പോയെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാതൊക്കെ ആയി. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ രഞ്ജീഷ് ഉണ്ടെങ്കിൽ അതൊന്നും വലിയ കാര്യമൊക്കെ എടുക്കാതെ കുട്ടിയെ നോക്കിയായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വർഷത്തിനുള്ളിലുണ്ടെങ്കിൽ ഇത് കണക്ക് ഭാര്യ വരികയും പിന്നെ ഉണ്ടെങ്കിൽ കുട്ടിയെ വേണമെന്നുള്ളൊരു ഇത് കണക്കത്തുള്ള പെറ്റീഷനും കാര്യമായിട്ട് പോവുകയും അവസാനം വിധി വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്കാണ് സാധകമായിട്ട് വന്നിട്ടുണ്ട്. അത് നോർമലായിരുന്നു. അതുകൊണ്ടെങ്കിൽ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് രഞ്ജീഷ് ഉണ്ടെങ്കിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അവസാനം ഉണ്ടായിരുന്ന ഒരു ഓഡിയോയിൽ ഇങ്ങനത്തുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് രഞ്ജീഷിനെ ബുദ്ധിമുട്ടിച്ചു. അതിനെ തുടർന്നാണ് ഇതേപോലത്തുള്ളൊരു കാര്യം ചെയ്തത്. പക്ഷേ ആ രഞ്ജീഷിനും അച്ഛനും അമ്മയുണ്ട്. അവരുടെ അവസ്ഥയുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. അവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇതോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്.